കളിക്ക്. വെട്ട് നിന്നെ ഞാൻ വെട്ടൂട്ടാ. ഞാൻ അച്ഛൻ കളിക്ക്. ആരോ കോള് വരുന്നുണ്ടേ നോക്കട്ടെ. ശ്രീജേഷ് എടുക്കല്ലേ. ഓക്കെ, എടുത്തിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ. കളി കോൾ എടുക്കല്ലേ. ശ്രീജേഷാ വിളിക്കണേ. എന്തിനാ നീ കോൾ എടുക്കാൻ പോയത്? കോൾ എടുത്ത് എന്തിനാടി? ഒറ്റ അടിച്ചണ്ടല്ലോ. എന്തായി ഫോൺ എടുക്കാത്ത? അത് കുട്ടിയുടെ കൈ കെട്ടിയാടാ, ഞാൻ ഫോൺ കട്ടിയതൊന്നുമല്ല. എടാ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ്. പിന്നെ എന്റെ ക്ലാസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടോ. ഇന്നെ കൊണ്ട് പറ്റൂല. ഇജ്ജ് ഞാൻ പറയണെന്ന് കേക്ക്. ഞാൻ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, ഇജ്ജൊന്ന് കേറി നിന്നാ മതി. എടാ, അത് നടക്കൂല. നിനക്ക് എന്താ? ഞാൻ എന്റെ ക്ലാസ്സിൽ തന്നെ പോണില്ല. ഞാൻ അതിനിടക്ക് നിന്റെ ക്ലാസ്സിൽ കയറിട്ട് ആ ചെങ്ങായി ചൂടാവും. എടാ, ഞാൻ കുരുത്തക്കെട്ട് രാജൻ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാണ്. ഒരു മിനിറ്റ്. ഞാൻ പെണ്ണും വിളിക്കുന്നുണ്ട്. പറയ്. ഇജ്ജ് മറിഞ്ഞൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഇജ്ജൊന്ന് ക്ലാസ്സിൽ കയറി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടാ. ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടാ. എന്നാ ഞാൻ പോവാ. ശരി. അമ്മ വിളിച്ചിട്ട് എന്തിനാണാവോ? ഹലോ ഏട്ടാ. എന്താണ് ബിസി ആയിരുന്നല്ലോ? ആരായിരുന്നു? ബിസി? അത് നമ്മളെ ശ്രീജേഷില്ലേ? ഒന്നുമില്ല, എന്തോ അത്യാവശ്യമായിട്ട് പുറത്തു പോവാണത്രേ. ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ വിളിച്ചതാ. നിങ്ങളുടെ ക്ലാസ്സിന് നിങ്ങൾ മര്യാദക്ക് പോണില്ല പിന്നെ? അതാപ്പ പേടി. ഞാൻ ഇന്റെ ക്ലാസ്സൊക്കെ മര്യാദക്ക് പോണില്ല. ഇനി ചെന്നുണ്ടെങ്കിൽ മറ്റാളെന്താ പറയാവോ? അത് സാരില്ല, ഒരു ഹെൽപ്പ് അല്ലേ. നോക്കട്ടെ. മോളെന്തേ? അവിടെ ഉണ്ട്. ഇവൾക്ക് വിശക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തേലും ഉണ്ടാക്കി കുടിക്കേ. നോക്കട്ടെ. സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കാം അല്ലേ? അത് മതിയാ? സാൻഡ്വിച്ചും പിന്നെ പഴവും. ഇന്റെ അമ്മോ. എന്നാ ശരി, ഞാൻ വർക്ക് സൈറ്റിലാട്ടോ. ഓക്കെ, ബൈ. നിനക്കെന്തേലും ഉണ്ടാക്കി തരാൻ. ഓക്കെ. ആദ്യം കളി കഴിയട്ടെ, എന്നിട്ട് ഉണ്ടാക്കി തരാട്ടാ. അല്ല, ചിന്നൂനെ ഉമ്മർത്താക്കിട്ട് അടുക്കളയിലെന്താ? എന്താ ഇവിടെ പരിപാടി? ഒന്നും പറയണ്ട. ഞാനേ മോൾക്കേ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നോക്കിയതാ. ഇതാണോ സാൻഡ്വിച്ച്? സംഗതി സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്, പക്ഷെ അത് പുൾസൈ ഉണ്ടാക്കിയതിന് ശേഷം കൊളായി. ഇതായിരുന്നല്ലേ അത്. പക്ഷെ അത് മറിച്ചിടണോ? അതിനേട്ടാ മറിച്ചിടില്ലല്ലോ. ബുൾസയൊക്കെ ഒരു ഭാഗല്ലേ കുക്കിയുള്ളൂ. ഞാനത് കോളാക്കിട്ടാ. എന്തായാലും ഉണ്ടാക്കിയതല്ലേ. മിക്സിങ് സൂപ്പറാ. ഈ കഴിച്ചു നോക്ക്. മിക്സിങ് അതിന്റെ സൂപ്പറാ. നിങ്ങടെ മിക്സിങ് അല്ലേ? ഏട്ടാ, ഇത് ഉപ്പ് കൂടുതലാ. മൊത്തം ഉപ്പാണ്. ഇത് ഉപ്പിക്കലാണിത്. ഒപ്പിക്കലെന്ന് കേട്ടിട്ടുണ്ട്. ഒപ്പിക്കൽ എങ്ങനെ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തേ? അതന്നെ പറഞ്ഞത്. പിന്നെ ഇത് കുട്ടിക്ക് കൊടുക്കണ്ടട്ടാ. അവൾക്ക് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, പഴംപൊരിയാ. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? അതൊന്നും എനിക്കറിയില്ല. ഇതേ വെറുതെ ഉണ്ടാവണല്ല, ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്ത കോഴിമുട്ടേ. എന്റെ വർത്താനം കേട്ടതൊന്നും നീ കഷ്ടപ്പെട്ടിട്ട മുട്ടയൊന്നും കോഴിട്ട മുട്ടല്ലേ? ആരിട്ടാലും വേണ്ടില്ല, മൊത്തം കഴിച്ചിട്ട് വന്നാ മതി. ബാക്കിയേ ഞാൻ ഡ്രസ്സ് മാറി വന്നിട്ട്. ഡ്രസ്സ് മാറിയിട്ട് ഇനി വേറെ ഉണ്ടോ? ഇതൊന്നും പോരെ? സാൻഡ്വിച്ചും മുൾസൊക്കെ ഇവിടെ ഉണ്ടേ. ഇത് മോൾ കൊടുത്തോക്കിയാലോ? നിനക്കൊന്നും സാൻഡ്വിച്ച് ഇല്ല. സാൻഡ്വിച്ച് നാളെ ഉണ്ടാക്കട്ടാ. അന്നൊക്കെ സമ്മതിക്കണട്ടാ ചങ്ങായി. വല്ലാത്ത പടപ്പാൻ. ഇന്നലെ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത്. മിനിയാന്ന് നീ എന്ത് ചെയ്ത്? ഇതുപോലെ ക്ലാസ് എടുക്കാൻ വരാ പറഞ്ഞു, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. ഇന്നിപ്പോ എന്റെ പീരീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് നേരെ സംഭവം എന്താന്ന് പറഞ്ഞേക്ക്. എന്താ ഉണ്ടായിന്നറിയാം. ഇരിക്കി ചായ കുടിക്കി, പഴംപൊരി കഴിക്കി, മോൾക്ക് കൊടുക്ക്. മോളെ വിശന്നിരിക്കുക, മോൾക്ക് കൊടുക്ക്. ഇങ്ങോട്ട് നോക്കണ, പറയുന്ന കേക്കണത്. വെക്കണ അവിടെ. എന്ത് കളിയാണ് ഈ കളിക്കണല്ലേ?
ഞാനോട് പറഞ്ഞു അനക്ക് പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞൂടെ? എടാ എന്താ ഉണ്ടായെന്ന് കേൾക്ക്. എന്തുണ്ടാവാനാണ്? കുറ്റൊറ്റക്കല്ലേ. നമ്മുടെ ഒരു കാര്യം വരുമ്പോ അനക്കൊരു ഇതില്ല. അന്റെ കാര്യങ്ങളൊക്കെ സേഫ്, ഹാപ്പി, എൻജോയ്. കളി ഭയങ്കര എൻജോയ്മെന്റ്. അത്ര പിത്ര തവളാച്ച് കളിക്കണ്, കുട്ടീനായിട്ട് വണ്ടി ഓടിച്ച് കളിക്കണ്. എന്ത് കളിയാ? പൂച്ചക്കെന്ത് പുന്റെ കൊട്ടി എന്ന് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്നാലും ഒരാളുടെ ഉള്ളിലുള്ള കേക്കട്ടാ, ഉള്ളിലുള്ള ഒരാളുടെ ഉള്ളിലുള്ള വിഷമം ഉണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ പറ്റണം. മനസ്സിലായിക്കണ? പിന്നെ പറഞ്ഞു കേൾക്ക്. അവിടെ ഇരിക്കി. ഞാനോട് പറഞ്ഞില്ലേ? മനസ്സിലായ? എന്താ സംഭവം അറിയോ? ഇവിടെ അവളുണ്ട്. പൊന്നു പെങ്ങളെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തൂടത്, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടത്. ഞാൻ അയാളോട് ഇത് പറഞ്ഞ് നാണം കെട്ടിട്ടാണ് ഈ വരുന്നത്. മനസ്സിലായിക്കണ? ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ജസ്റ്റ് ഇത്ര പറഞ്ഞാൽ മതി. എനിക്കത് പറ്റൂല ശ്രീജേഷ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഓക്കെ ആക്കിന്ന്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് ഇതൊന്നും ശരിയല്ല. എന്നാ എനിക്ക് വേറെ ആളോട് പറയാ, ഓ വരൂല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റൂത്. മനസ്സിലായിക്കണ? ചായ കുടിക്കും മോനെ, പൊന്നുകട്ടയ്ക്ക് കൊടുക്ക്, പൊന്നുകട്ടയ്ക്ക് കൊടുക്ക്. പഴംപൊരി അതാ പഴംപൊരി തിന്നാൻ കൊടുക്ക്. എടാ ഞാൻ പറഞ്ഞു കേൾക്ക്. പോയി പണി വെക്കണം അവിടുന്ന്. ബാക്കി ഞാൻ ഓള് കൊടുത്തോളൂ. കാലം തന്ന ജീവിതത്തിൽ കാത്തിരിക്കാൻ നേരമില്ല, കാര്യം കാണാൻ കാട്ടിക്കുട്ടും പ്രായം. ചക്കിക്കൊത്തൊരു ചങ്കരന, ചക്കനൊരു ചുണ്ടരന, കാണുന്നോർക്ക ഫാമിലി ഒരു സെയിം ടു സെയിം. പണമതില്ലാത്തവന്റെ ജീവിതം വെറും പിണവുമായി നിൽക്കുന്നു മുന്നിലായി. വകതിരിവില്ലാത്തൊരു ലൈഫിലായി എട്ടിന്റെ പണികളായി എത്തുന്നു തുരുതുര. മധുരമാണിത്, കട്ട ശോകമാണിത്. ഈ ആംബിയൻസിൽ ലൈഫ് പോണൊരു റൂട്ടറിയില്ല. കാലം തന്ന ജീവിതത്തിൽ കാത്തിരിക്കാൻ നേരമില്ല, കാര്യം കാണാൻ കാട്ടിക്കൊട്ടും കോപ്പായം. ചക്കിക്കൊത്തൊരു ചങ്കരന, ചക്കനൊരു ചുണ്ടരന, കാണുന്നോർക്ക ഫാമിലി ഒരു സെയിം ടു സെയിം.